വരവേൽപ്പ് 2026 സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പേയാട് +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും. ഫാദർ ഡോക്ടർ ഡി സെൽവരാജൻ അവർകളുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ RS റോയ് സ്വാഗതം ആശംസിച്ചു. കാട്ടാക്കട MLA MR ബൈജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ ജോണി K ലോറൻസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ രാജു ക്രിസ്തുദാസ് മുഖ്യ സന്ദേശം നൽകി. വാർഡ് മെമ്പർ രമ, PTA പ്രസിഡന്റ് സുനിൽ KK, ഹെഡ് മിസ്ട്രസ് ലത VR, AO ജോസഫ് സുനിൽ K, ഫാദർ ഡോക്ടർ ജസ്റ്റിൻ ഡൊമിനിക് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജോൺ D രാജയ്യ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വിദ്യാർത്ഥിയായി പ്രവേശിക്കുമ്പോൾ അടുത്ത 2 വർഷങ്ങളിലായി നേടുവാൻ പോകുന്ന മുഴുവൻ അറിവിന്റെയും മൂല്യങ്ങളുടെയും സത്യസന്ധമായ സൗഹൃദങ്ങളുടെയും പ്രതീകമായി ഈ വെളിച്ചം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്ന ഈ വെളിച്ചം സത്യവും നന്മയും ഈശ്വരനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹം, ദയ, സത്യം. ഇതേ വേദപുസ്തകങ്ങള് ജ്ഞാനം നേടുന്ന മനുഷ്യര് ഇപ്രകാരമാണ് സൽസ്വഭാവികളായി ജീവിക്കേണ്ടതെന്നും എടുത്തു പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യുക. പല്ല് തേക്ക് മുമ്പ് ചായ നിന്ന് കുടിമോളെ കുടിമോളെ അല്ലെങ്കിൽ മോനെ എന്ന് പറയുന്ന അമ്മയെ ദേഷ്യം വന്നാൽ വഴിയെടുക്കുന്ന അച്ഛനേക്ക് ഓർമ്മ വരും. അപ്പം നമ്മൾ വരും, ഒന്നും വേണ്ട, പറ്റത്തില്ല, എനിക്കിഷ്ടമില്ല എന്ന് പറയും. വീണ്ടും ഇയാൾ നിർബന്ധിക്കും. 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം ഒക്കെ നമ്മൾ നിർബന്ധിക്കും. അവസാനം വിചാരിക്കും ഏതായാലും ഇന്നൊരു സിനിമ കണ്ടുകളെ, ഇപ്പോൾ വീട്ടിൽ അച്ഛനൊന്നും അറിയില്ല, അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയല്ലേ, അമ്മ വീട്ടിലല്ലേ ഉള്ളോ, ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നത്. നമ്മൾ ആദ്യമായി അങ്ങനെ ഒരു അപരിചിതരുമായിട്ട് അല്ലെങ്കിൽ ഇന്നലെ കണ്ടെത്തിയ ഒരു കൂട്ടുകാരനുമായിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും. അപ്പോൾ വീട്ടിലെത്താൻ താമസിക്കും. നമ്മൾ ഇതിലേ പോകുന്ന പേട് വഴി പോകുന്ന ബസ് അന്ന് നേരത്തെ പോയി. അപ്പോൾ അടുത്ത ബസ് കാത്തു നിന്നപ്പോൾ താമസിച്ചു. വീട്ടിലെത്താൻ നമ്മൾ അരമണിക്കൂർ വൈകും. അപ്പോൾ അമ്മ ചോദിക്കും, എന്ത് മക്കളെ ഇന്ന് താമസിച്ചു? ഇന്ന് പേട് സ്കൂളിൽ റോയ്സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു നമ്മൾ പറയും. ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു കള്ളം പറയും. അപ്പോൾ പാവം അമ്മ വിശ്വസിക്കും അല്ലേ. അമ്മ വീട്ടിനകത്തല്ലേ ഇരിക്കും, നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അമ്മ അതങ്ങ് വിശ്വസിക്കും. അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ട് വരികയല്ലേ, അച്ഛനും ഇതറിയുന്നില്ല, അച്ഛനൊന്നും അന്വേഷിക്കാൻ സമയം കിട്ടില്ല, ജോലി ചെയ്ത് തളർന്നു വരുന്ന അച്ഛനങ്ങ് ഉറങ്ങി പോകും. അപ്പോൾ നമ്മൾ ആദ്യമായി ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു. 2ാമതും അടുത്ത പടം റിലീസായി, നമ്മൾ അതും കണ്ടു, അപ്പോഴും ഇതേ കള്ളം പറഞ്ഞു. ഇങ്ങനെ പലതവണ നമ്മൾ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്നും നമ്മൾ പാർക്കുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നമ്മൾ കൂട്ടുകാരോടൊപ്പം പോകാൻ തുടങ്ങി. പഠനത്തിൽ നമ്മൾ ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ഈ കൂട്ടുകാരൻ എന്ത് ചെയ്തു, ഒരു മിഠായി നമുക്ക് തന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പഞ്ചസാര പോലത്തെ ഒരു ചെറിയ തരി നമുക്ക് തന്നു. നമ്മളത് കഴിച്ചു, നല്ല രസം. പിറ്റേ ദിവസം നമുക്ക് അതേ സമയത്ത് ആ സാധനം വേണം, പിന്നീട് വേണം. പരിസര ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്റെ മനസ്സിൽ, എന്റെ ഉള്ളില് 2 കുതിരകളുണ്ട്. ഒരു കുതിര സമാധാനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, സൗഹൃദത്തിൻ്റെതാണ്, വിദ്യ അഭ്യസിക്കാനുള്ള ത്വരയുള്ള ഒരു കുതിരയാണ്. 2ാമത്തെ കുതിര എപ്പോഴും വഴക്ക് കൂടുന്ന, തല്ല് പിടിക്കുന്ന, എന്തിനു വേദന കുറ്റം കണ്ടെത്തുന്ന പ്രശ്നക്കാരനായ ഒരു കുതിരയാണ്. ഗുരുവോട് ചോദിക്കുകയാണ്, അവസാനം ഏത് കുതിരയാണ് വിജയം പ്രാപിക്കുക? അപ്പൊ ഗുരു ചിരിച്ചോണ്ട് പറഞ്ഞു, നീ ഏത് കുതിരയ്ക്കാണോ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്തത് ആ കുതിരയായിരിക്കും വിജയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ വിജയശ്രീയിൽ ആളുതരായ കുറെ വിദ്യാർത്ഥികളെ നിങ്ങൾ കണ്ടു. അവരെന്തിനാണ്, ഏത് കുതിരയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഏത് കുതിരയ്ക്കാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തത് എന്നുള്ളതിന്റെ അടയാളമാണ്. അവർ വിജയിച്ചത് നല്ല കുതിരയ്ക്ക്, കഠിനാധ്വാനം ചെയ്യുന്ന, ലക്ഷ്യബോധമുള്ള, ജീവിതം എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു കുതിരയ്ക്ക് അവര് ഭക്ഷണവും വെള്ളവും സമയവും ഒക്കെ കൊടുത്തു, അവിടെ വിജയിച്ചു.
പുതിയതായിട്ട് വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, മാനേജ്മെന്റ് പറയാനുള്ളത്, ഡിസിപ്ലിനുള്ള നല്ല കുട്ടികളായിട്ട് അച്ചടക്കബോധമുള്ള, ലക്ഷ്യബോധമുള്ള, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊക്കെ ആഗ്രഹമുള്ള, നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ നല്ല വിദ്യാർത്ഥികളെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മത്സരിക്കുന്നു. ഇതൊരു വലിയ ചലഞ്ചാണ് നിങ്ങൾക്ക്. ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഒന്നാമത്തേത്, അറിവ് നേടിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സ്കൂളിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ കാച്ചിക്കുറുക്കി നിങ്ങൾക്ക് നൽകുന്ന ഒരു പഠന സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ അറിവ് നേടിയെടുക്കുവാൻ ആഗ്രഹത്തോടു കൂടെ പഠിക്കേണ്ടി വരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, ഒരു ലോകത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ മാറ്റപ്പെടുകയാണ്. രണ്ടാമതായി, കുറച്ച് കുട്ടികളുള്ള അവരുടെ മുൻപിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ചിരുന്ന ഒരു ലോകത്ത് നിന്ന് അനേകം കഴിവുള്ള വിദ്യാർത്ഥികളുടെ ഒരു മത്സര ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു. ഇവിടെ നിങ്ങൾ മത്സരിച്ച് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും വളർത്തുവാനും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാരം പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുരാജ്യം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്നെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശ. മുഴുവൻ മാർക്ക്, ഹിന്ദിയിൽ മുഴുവൻ മാർക്ക്, ഫിസിക്സിൽ മുഴുവൻ മാർക്ക്, കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിലും മുഴുവൻ മാർക്ക്, മാത്സിൽ 197. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചാണ്. 1200-ൽ 1197. സമ്മാനം നൽകുന്നതിനായി റൈറ്റ് റവറൻഡ് ഡോക്ടർ ഡി സെൽവരാജൻ തിരുമേനി